എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫ്രാൻസിസ് സേവ്യറുടെ തിരുശേഷിപ്പും കാവലോസി ബീച്ചും കണ്ടത് എല്ലാവരും ഓർക്കുന്നില്ലേ? ഇനി നമ്മൾ പോകുന്നത് ഗോവയുടെ തലസ്ഥാന പട്ടണമായ പനാജിയോട് ചേർന്ന് കിടക്കുന്ന റൈസ് മാംഗോ ഫോർട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ റൈസ് മാംഗോ ഫോർട്ടിന് മുൻപിലെത്തി. ഇവിടുത്തെ റിസപ്ഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് ടിക്കറ്റ്. അങ്ങനെ നമ്മൾ എൻട്രി ഫീ നൽകി മുകളിലേക്ക് നടന്നു തുടങ്ങി. നമ്മൾ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ തന്നെ ഒരു ഡെഡ് ഹോൾ നമുക്ക് കാണാം. ഇത് കോട്ടയിലേക്ക് അനുമതിയില്ലാതെയോ മറ്റ് ശത്രുക്കൾ ആരെങ്കിലും പ്രവേശിച്ചാൽ അവരെ വെടിവെച്ചോ തിളച്ച എണ്ണ ഉപയോഗിച്ചോ ആക്രമിക്കാൻ പണ്ട് തൊട്ട് ഉപയോഗിച്ചിരുന്നവയാണ്. ഇത് നമുക്ക് മുകളിൽ നിന്നും കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ നമ്മൾ താഴെ നിന്ന് ലഭിച്ച ടിക്കറ്റ് കാണിക്കേണ്ടതാണ്. അങ്ങനെ ടിക്കറ്റ് കാണിച്ച് നമ്മൾ അകത്തേക്ക് കയറി. ഈ റൈസ് മാംഗോ ഫോർട്ട് 1551 പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കോട്ടയാണ്. ഇത് ആദ്യം കടൽ വഴിയുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഇതൊരു ജയിലായി പ്രവർത്തിച്ചിരുന്നത്രേ. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ 2008 നവീകരിച്ചെടുത്തവയാണ്. നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഈ കോട്ടയുമായി ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളുണ്ട്. ഇവിടെ ഈ കോട്ടയുടെ മരത്തിൽ കുത്തിയെടുത്ത ഒരു രൂപവുമുണ്ട്. ഇനി നമുക്ക് ഇവിടെ പുറത്തേക്ക് ഒരു ബാൽക്കണി പോലെയുണ്ട്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. ഇനി നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ നമുക്ക് 3 പീരങ്കികൾ കാണാൻ കഴിയും. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ലാറ്ററൈറ്റ് അഥവാ ചെങ്കല്ല് കൊണ്ടാണ്. നിരവധി വാസ്തുവിദ്യാപരമായ സവിശേഷതകളുള്ള ഒരു കോട്ടയാണിത്. ഇനി ഇവിടെയുള്ള ഒരു ഗോപുരമാണിത്. നമുക്ക് ഇതിനുള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് ഈ ഗോപുരത്തിനുള്ളിലൂടെയുള്ള ഒരു കാഴ്ച. ഇതാണ് നമുക്ക് കോട്ടയിൽ നിന്ന് കാണാവുന്നത്. ഇനി ഇനി നമുക്ക് കോട്ടയുടെ മറുവശത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ മറുവശത്തെത്തി. ഇവിടെ 4 പീരങ്കികൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ മാണ്ടോവി പുഴ കടലുമായി ചേരുന്ന അഴിമുഖം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അഴിമുഖത്ത് ധാരാളം കാസിനോകളും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു.
ഇനി നമുക്ക് അടുത്ത വശത്തേക്ക് പോകാം. ഇവിടെ ഒരു മ്യൂസിയം പോലെ ധാരാളം ചിത്രങ്ങളുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെഡ് ഹോൾ നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് ആ ഡെഡ് ഹോള്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഫോർട്ടിൽ നിന്നിറങ്ങി നേരെ പോയത് കൊക്കോ ബീച്ചിലേക്കാണ്. അത് ഈ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ബീച്ചാണ്. നല്ല വെയിലായതിനാൽ കൊക്കോ ബീച്ചിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നേരെ പോയത് ഗോവയിലെ പനാജിയിലെ മിരാമർ ബീച്ചിലേക്കാണ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ആ കാണുന്നതാണ് ഡോണാപോള. അവിടെയാണ് ഗോവയിലെ രാജ്ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഡോണാപോള നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്ന് മുൻപേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ നേരം ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയില്ല. ഇത്രയുമാണ് ഈ എപ്പിസോഡിലുള്ളത്. അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.